ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈനോ ആണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഓറഞ്ച് ഫ്ലേവർ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളുടെ വീടിൻ്റെ ഹാളിൽ അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു പോസിറ്റിവിറ്റി വരാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. കല്ലുപ്പ് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫോർട്ട് വെച്ചിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹാലിം സീഡ്സ് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹാലിം സീഡ്സ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നൂറ്റാണ്ടുകളായി ആയുർവേദ ഔഷധങ്ങളിൽ ഒരു കൂട്ടായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ആശാളി വിത്തുകൾ അഥവാ ഹാലിം സീഡ്സ്. ഇത് ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ്. പ്രത്യേകിച്ച് ഇവ സ്ത്രീകൾക്ക് വളരെ ഗുണം ചെയ്യും. ധാരാളം ആന്റി ഓക്സിഡന്റുകളും ശരീരത്തിന് ആവശ്യത്തിന് വേണ്ട കൊഴുപ്പും ഈ വിത്തുകളിലുണ്ട്. മാത്രമല്ല കാൽഷ്യം, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, പ്രോട്ടീൻ, ഇരുമ്പ്, ഫോളിക് ആസിഡും എന്നിവയിൽ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പീരിയഡ്സ് സംബന്ധമായ ഇഷ്യൂസ് അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നതിലൂടെ ചർമ്മത്തിന് തിളക്കം നൽകാനും വിളർച്ച ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട്. ഈ വിത്ത് പാലിൽ കുതിർത്ത് പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുഖക്കുരു നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിച്ച് വരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. ആ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ കണ്ടില്ല, ഹാലിം സീഡ്സ് ഒക്കെ ആ വെള്ളത്തിൽ കുതിർന്ന് നമുക്ക് നന്നായിട്ടൊരു വഴുവഴുപ്പായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മുടിവേരുകൾക്ക് ശക്തി വരാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല ഉള്ളോടുകൂടിയും നല്ല കറുപ്പായിട്ട് വരാനും ഒക്കെ സഹായിക്കുന്നതാണ്. വളരെ ചെറിയ വിലക്കുറവിൽ നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക് സെറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ കുറച്ച് അധികം അരിയൊക്കെ വാങ്ങിച്ച് സൂക്ഷിക്കുന്ന സമയത്ത് അതിൽ ചെറിയ ചെറിയ വണ്ടുകളൊക്കെ വരാറുണ്ടല്ലേ, അല്ലെങ്കിൽ ചെറിയ പുഴുക്കൾ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഗ്രാമ്പ് ഞാൻ നൂലിലൊന്ന് കെട്ടി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് സമയം വെയിലിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ വണ്ടുകളൊന്നും വരാതെ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ നല്ല മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലെങ്കിൽ 2 ബേ ലീഫോ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒരു വണ്ട് വന്നാൽ തന്നെ അത് പിന്നെ പെരുകി കുറേ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട് ഇടുന്നവരായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ കറകൾ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്കത് ഒഴിവാക്കില്ല, അത് വേറെ ഒരു നിവൃത്തിയും ഉണ്ടാവില്ല. എന്നാൽ വളരെ എളുപ്പത്തിൽ ഒരു ഡ്രസ്സിൽ നിന്നും അടുത്ത ഡ്രസ്സിലേക്ക് പറ്റിയ കളറും കറയും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാജിക് ഉണ്ടായാൽ മാത്രം മതി. വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ കറയും കളറും ഒക്കെ പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ കളറായ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൈവായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിൽ കളറാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, നന്നായിട്ട് കളർ ഇളകുന്ന ഒരു ഷാളാണ്. ഇതിൽ നിന്നാണ് കേട്ടോ ഞാൻ കളറാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൈവായിട്ട് ഇതിൽ നിന്നും എങ്ങനെ ഈ കളറൊന്ന് പോക്കിയെടുക്കാമെന്ന് നോക്കാം. വൈറ്റ് ഡ്രസ്സ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. കറയൊക്കെ ആവുന്ന സമയത്ത് നമ്മളത് ഒഴിവാക്കാറായിരിക്കും പതിവ്. എന്നാൽ ഇതുപോലൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആലമാണ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഷേവൊക്കെ ചെയ്യുന്ന സമയത്ത് സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒന്ന് തന്നെയാണ്. വേർപ്പിൻ്റെ സ്മെല്ല് പോകാനും അതുപോലെ തന്നെ നല്ല ഫ്രഷ്നെസ് വരാനൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വളരെ വിലക്കുറവിൽ നമുക്കിത് ലഭിക്കും കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഇത്രയും വലിയൊരു കട്ടയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മുഴുവനായിട്ടും നമുക്ക് വേണ്ട. ചെറിയൊരു ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പീസ് മാത്രം മതിയാവും. ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ ഇടികല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടുന്നതാണ്. അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്.
ഇപ്പൊ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എന്താ ചെയ്യാന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ എത്ര കറ പിടിച്ച ഡ്രസ്സും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ കുറച്ചധികം തന്നെ പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും ഇത് കേടൊന്നും സംഭവിക്കില്ല. എത്ര മാസം വരെ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ആ കളറൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയാണ്. ഇനി ഞാൻ ആ ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്കൊന്നത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ കളറൊക്കെ പോയി കിട്ടും കേട്ടോ. നമ്മളെ കിണറിലെ വെള്ളമൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിട്ടിലും സംഭവം തന്നെയാണ് കേട്ടോ ഈ ആലം. കിണറിലെ വെള്ളമൊക്കെ കളറ് മാറിയിട്ടുണ്ടെങ്കിൽ പൊടിക്കാതെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടോ നമുക്ക് കിണറ്റിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കിണറിലെ വെള്ളമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടാകുമ്പോൾ കളറൊക്കെ ഇളകി വരുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം സോപ്പ് പൊടിയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇളകി നല്ല റെഡി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ ആ മാർക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഉണ്ടല്ലേ കളർ ഇപ്പം ലൈവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചെറുതായിട്ട് അതിൻ്റെ കളറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഏത് കളർ ഡ്രസ്സായാലും ഇതുപോലെ കളർ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിനീഗറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് അതിൻ്റെ ആ കറയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര കളർ പിടിച്ച ഡ്രസ്സും ക്ലീൻ ചെയ്തെടുക്കാവുന്നതുള്ളൂ. ചെറിയൊരു മാർക്ക് ഉണ്ടായിരുന്നു, ഞാൻ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല വെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ടിപ്പ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കളറായിട്ട് അല്ലെങ്കിൽ കരിമ്പനൊക്കെ ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് തണുത്ത സമയത്ത് ആലമൊക്കെ താഴേക്ക് അടിഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം മാത്രമായിട്ട് നല്ല തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രവൃത്തി തന്നെയാണ് നമ്മുടെ കിണർ വെള്ളത്തിലുമൊക്കെ സംഭവിക്കുന്നത്. നന്നായിട്ട് ക്ലീനായി വരാൻ വേണ്ടിയിട്ട് ഈ ആലം സഹായിക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം എല്ലാ കറയും പോയിട്ട് പുതിയതുപോലെ തന്നെ നമുക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇനി നമുക്ക് ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു മയോനൈസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിലും ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടും അധികം ഓയിലൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി മയോനൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. അതിന് വേണ്ടിയിട്ട് 2 ചിരട്ട ഞാൻ നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. ആ കണലിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും അതുപോലെ തന്നെ ഒരു പിടി മൈലാഞ്ചി ഇലയും ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് പൊടിയാണ് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിരട്ട കത്തി കഴിഞ്ഞിട്ട് ആ ചൂടോട് കൂടെ തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കണം. അപ്പോഴേ നമുക്കതിൻ്റെ ആ ഗുണങ്ങളൊക്കെ നന്നായിട്ട് ഈ ചിരട്ടയിലേക്ക് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അല്ലെങ്കിൽ എല്ലാം ചാരമായിട്ട് പോകും. ഈ ഒരു കണലായിരിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇട്ടൊന്ന് ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചട്ടിയിലേക്കൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളവും അതേ അളവിൽ തന്നെ 1 ഗ്ലാസ് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു ഹെയർ ഡൈ ഓയിലാണ് കേട്ടോ ഇത്. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കാം. ഇതിൻ്റെ ആ വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. കുളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1 മണിക്കൂർ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നമ്മൾ ദിവസേന ട്രൈ ചെയ്യുന്നതിലൂടെ നരച്ച മുടിയൊക്കെ നമുക്ക് മാഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് നമ്മുടെ ഹെയർ ഡൈ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു മക്കൾക്ക് വലിയവർക്കും ഒരുപോലെ ഡെയിലി നമുക്കിത് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നരച്ച മുടി എന്നുള്ളത് നമുക്ക് ഓർമ്മയിൽ തന്നെ ഉണ്ടാവില്ല, നന്നായിട്ട് അപ്രത്യക്ഷമായി പോകുന്നതായിട്ട് നമുക്ക് കാണാം.
ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡെയിലി നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിലിൽ വെച്ച് കൊടുത്തതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്താണെങ്കിൽ ഇരട്ടി റിസൾട്ട് തന്നെയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൊന്നപ്പൂവിൻ്റെ വിത്താണ് കേട്ടോ. ഇതുപോലെ ആയിരിക്കും അതിൻ്റെ വിത്ത് ഉണ്ടാവുക. ഇത് നന്നായിട്ടൊന്ന് നമ്മൾ പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ സംഭവം ഇട്ടിട്ട് നമുക്ക് ഹെയർ ഡൈ ഓയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഹെയർ സിറം ഉണ്ടാക്കാം. ഇത് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ വിത്തുകൾ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കരിഞ്ജീരകവും അതുപോലെ തന്നെ റോസ്മെരി ഇലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നരച്ച മുടി എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ തന്നെ ഉണ്ടാവുന്നതല്ല, കുഞ്ഞു മക്കൾക്ക് വരെ ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് ഓൺലൈനായിട്ട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് നരച്ച മുടി എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.